നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, നിലവിളക്കും അതുപോലെ ഓട്ടുപാത്രങ്ങൾ ഇവയെല്ലാം നമ്മൾ ദിവസം നന്നായിട്ട് തേച്ച് മിനുക്കി വെക്കണം അല്ലേ. ഓരോ പ്രാവശ്യം തേക്കുമ്പോഴുമാണ് അതിന് കൂടുതൽ നിറം വെച്ച് വരുന്നത്. നമ്മൾ തേക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഓട്ടുപാത്രമാണെങ്കിൽ അതിന് നിറം മങ്ങി വരും അല്ലേ. നിറം മങ്ങി വരുന്നത് സ്വാഭാവികമാണ്. എന്തിനാണിത് പറഞ്ഞതെന്നറിയാമോ? നമുക്കറിയാം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർ ശരിക്കും ജീവിതാവസാനം വരെ, എല്ലാവരും അങ്ങനെയാണ്, അറിവിൻ്റെ കാര്യത്തിൽ ജീവിതാവസാനം വരെയും നമ്മളെല്ലാം വിദ്യാർത്ഥികൾ തന്നെയാണ്, കുട്ടികൾ തന്നെയാണ്. അധ്യാപകരെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അതിനോടൊപ്പം കാലിക പ്രാധാന്യമുള്ള എല്ലാ കാര്യങ്ങളിലും അധ്യാപകരും അറിവ് നേടിയിരിക്കണം. താൻ ആർജിച്ച ആ അറിവിൽ മാത്രം ഒതുങ്ങാതെ ലോകത്തിൽ നമുക്ക് ഈ പ്രാധാന്യമുള്ള ഈ കാലത്ത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് പ്രാധാന്യമുള്ള കാര്യങ്ങൾ കൂടി കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അധ്യാപകർ ഒരു വിദ്യാർത്ഥി തന്നെയായിരിക്കണം. അറിവ് ആർജിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ അറിവാകുന്ന ആയുധം തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ വേണ്ടേ? എന്നാലേ കുട്ടികളുടെ ഉള്ളിൽ അധ്യാപകർക്ക് സ്ഥാനം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഓരോ അധ്യാപകരും പഠിച്ചിറങ്ങുന്ന ആ കാലഘട്ടം മാത്രമല്ല, ഓരോ വർഷം പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിനൊപ്പം അറിവ് നമ്മൾ നേടിയെടുക്കണം, അധ്യാപകർ നേടിയെടുക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ, ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഏകദേശം AI ഒക്കെ വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നമ്മളെക്കാട്ടിലും, അതായത് അധ്യാപകരെക്കാട്ടിലും അറിവ് കൂടുതലാണ്. അപ്പോൾ അവരുടെ അറിവിനൊപ്പം അവരുടെ അറിവ് കൂടുതൽ വികസിപ്പിക്കാനും അതിലൂടെ അവർക്ക് ചിന്തിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അധ്യാപകരാണ്. അപ്പോൾ അതിന് അധ്യാപകരും അറിവ് ആർജിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന കത്തികളും മറ്റേതൊക്കെ നോക്കുകയാണെങ്കിൽ, ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ ആണെങ്കിലും ഏത് തരത്തിലുള്ള കത്തികളാണെങ്കിലും മൂർച്ച വേണം അല്ലേ. മൂർച്ച വേണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് രാഗി കല്ലിലിട്ടോ അല്ലെങ്കിൽ ഈ ആൾക്കാർ വരുന്നവരെ കൊണ്ടോ ഒക്കെ അത് രാഗി മൂർച്ച കൂട്ടാറുണ്ടല്ലേ. ആയുധം മൂർച്ച കൂട്ടുന്നത് പോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള അറിവാണ് ഒരു അധ്യാപകൻ്റെ ആയുധം. അത് ആർജിക്കുകയും അറിവ് ഓരോ ദിനവും ആർജിക്കുകയും അറിവിൻ്റെ കാര്യത്തിൽ ഒരു കുട്ടിയായി പ്രവർത്തിക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമേ നല്ല ഒരു അധ്യാപകനായിട്ട് കുട്ടികളുടെ മനസ്സിലും അതുപോലെ ജീവിതത്തിലും സംതൃപ്തി നേടാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും അവരവരുടെ അധ്യാപകരെല്ലാവരും സമൂഹത്തിന് നന്മ വരണമെങ്കിൽ നിങ്ങളും ഒരു വിദ്യാർത്ഥിയായിരിക്കണം, അറിവ് ആർജിച്ചുകൊണ്ടേയിരിക്കണം. പുസ്തകത്തിൽ മാത്രം ഒതുങ്ങാതെ കുട്ടികളെ അതിലൂടെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വേണം ഓരോ ക്ലാസ്സുകളും മുന്നോട്ട് പോകാനും. സമൂഹത്തിൽ കുട്ടികൾ എങ്ങനെ ആയിരിക്കണം വളരേണ്ടത് എന്നുള്ളത് അവർക്ക് ഓരോ പാഠഭാഗങ്ങളും പഠിപ്പിക്കുന്നത് വഴി അതിന് മനസ്സിലാക്കി കൊടുക്കാൻ കൂടി അധ്യാപകർക്ക് അറിയണം. അങ്ങനെ അവരെ നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ ഓരോ അധ്യാപകനും അറിവെന്ന ആയുധം തേച്ച് മിനുക്കി കൊല്ലൻ ആലയിൽ എങ്ങനെയാണോ തൻ്റെ ആയുധങ്ങൾ കൂടുതൽ മിനുസമുള്ളതാക്കി കൂടുതൽ മൂർച്ചയുള്ളതാക്കി തീർക്കുന്നത്, അതുപോലെ അധ്യാപകരും അറിവ് എന്ന ആയുധം സ്വായത്തമാക്കുക. കൂടുതൽ അറിവ് ആർജിക്കുക.